ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ബ്ലാക്ക് മെയിൽ എന്ന തമിഴ് മൂവിയാണ്. കാണാതായ ഒരു കുട്ടിയെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അശോക് എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ്മാൻ തന്റെ തിരക്കുകളും മീറ്റിങ്ങുകളും എല്ലാം മാറ്റിവെച്ചിട്ട് തന്റെ വൈഫ് അർച്ചനയുടെയും മകൾ അനുവിന്റെയും കൂടെ ഒരു യാത്ര പോകുന്നതാണ്. ഊട്ടിയിലേക്കുള്ള വഴിയിൽ വെച്ചിട്ട് അവരുടെ കാർ മറ്റൊരു കാറിനെ ഇടിക്കേണ്ടതായിരുന്നു. എതിരെ വന്ന കാറാകട്ടെ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി ഒരു സൈഡിൽ പോയി ഇടിക്കുന്നു. അതിൽ നിന്ന് രമേശ് എന്ന് പറഞ്ഞ ഒരാൾ ഇറങ്ങി വന്ന് അശോകുമായിട്ട് വഴക്കുണ്ടാക്കുന്നു. തന്റെ കാർ ഡാമേജ് ആയതിന് കാശ് തരണമെന്ന് പറയുന്നു. വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് അർച്ചന അശോകിനോട് പറയുന്നുണ്ട് അയാൾക്ക് വേണ്ടുന്ന കാശ് കൊടുത്ത് ഒഴിവാക്കാൻ. അങ്ങനെ ആ പ്രശ്നം സോൾവ് ആക്കി ഇവർ രണ്ടുപേരും കാറിലേക്ക് വന്ന് കയറി. അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് അവർ വീണ്ടും കാർ എടുത്ത് മുന്നോട്ട് പോയി. കുറച്ചു കഴിയുമ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത് ബാക്ക് സീറ്റിലുണ്ടായിരുന്ന അവരുടെ മകൾ അനുവിനെ കാണാനില്ല എന്ന്. അങ്ങനെ അവർ ആകെ ടെൻഷൻ ആകുന്നു. കഥ കുറച്ച് ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. നായകനായ മണി ചിദംബരം എന്നൊരാളുടെ കീഴിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. മെഡിക്കൽ സ്റ്റോറിലും മറ്റും മരുന്ന് കൊണ്ടുകൊടുക്കുന്ന ജോലിയായിരുന്നു അവനുണ്ടായിരുന്നത്. ഒരു ദിവസം അയാളാകട്ടെ അവന്റെ കയ്യിൽ കുറച്ച് കൊക്കൈൻ കൊടുത്തുവിടുന്നു. ആ പൊതിയിൽ എന്താണെന്ന് അവൻ അറിയില്ലായിരുന്നു. താൻ പറയുന്ന ആളുടെ കയ്യിൽ ഇത് കൊണ്ടുപോയി കൊടുക്കണമെന്ന് മാത്രമേ ചിദംബരം അവനോട് പറഞ്ഞുള്ളൂ. സ്ഥിരമായിട്ട് അവൻ മെഡിസിൻ കൊണ്ടുകൊടുക്കാൻ പോകുന്ന മെഡിക്കൽ സ്റ്റോറിലെല്ലാം തന്നെ അത് കൊണ്ടുകൊടുത്തിട്ട് അവസാനമായിട്ട് ഈ പൊതി കൊണ്ടുകൊടുക്കണം. അങ്ങനെ അവൻ പോകുന്ന വഴിക്ക് ഒരു മെഡിക്കൽ സ്റ്റോറിൽ കയറി തന്റെ കാമുകിയായ രേഖയെ കാണുന്നു. രേഖയും മണിയും അനാഥരാണ്. ഉടനെ തന്നെ അവർ വിവാഹം കഴിക്കാനിരിക്കുകയായിരുന്നു. പക്ഷെ അതിനിടയ്ക്കാണ് രേഖ സങ്കടത്തോടുകൂടി അവനോട് പറയുന്നത് താൻ പ്രഗ്നന്റ് ആണെന്ന്. ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാനാണ് തനിക്ക് താല്പര്യമെന്ന് അവൾ പറയുന്നു. എന്നാൽ മണി പറയുന്നുണ്ട് അനാഥരായ നമ്മൾക്ക് ദൈവമായിട്ട് ഇപ്പൊ തന്നതാണ് ഈ കുട്ടിയെ, അതുകൊണ്ട് എന്തായാലും ഇതിനെ അബോർട്ട് ചെയ്യേണ്ടതെന്ന്. ഇവർ രണ്ടുപേരും ആകെ കൺഫ്യൂഷനിലായിരുന്നു. മണി ഇതിനെപ്പറ്റി തന്റെ സുഹൃത്ത് രമേശിനോട് സംസാരിക്കുന്നു. ഇതേ രമേശിനെ തന്നെയാണ് തുടക്കത്തിൽ അശോകുമായിട്ട് വഴക്കിടുന്ന കണ്ടതും. രമേശിന്റെ വൈഫ് ഉമ്മ ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. മണിയൻ രേഖയെ ഉപദേശിക്കുന്നുണ്ട്. ഒടുവിൽ അവർ രണ്ടുപേരും ഡിസിഷൻ എടുക്കുന്നുണ്ട് ഈ കുഞ്ഞിനെ വളർത്താമെന്ന്. അങ്ങനെ ചിദംബരം കൊടുത്ത ആ ഒരു പാഴ്സല് കൊടുക്കാൻ പറഞ്ഞ ആളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതിന് മുൻപ് തന്നെ മണിയാകട്ടെ രേഖയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് സ്കാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ അവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് തന്റെ വണ്ടി കാണുന്നില്ല എന്ന്. ആ ടൈമിൽ ചിദംബരം അവനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് താൻ കൊടുത്ത പാഴ്സൽ നീ പറഞ്ഞ സ്ഥലത്ത് കൊടുത്തു എന്നും. മണിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. അവന്റെ വണ്ടിയിലായിരുന്നു ആ പാഴ്സൽ ഇരുന്നത്. വണ്ടി ഉൾപ്പെടെ കാണാതായിരിക്കുന്നു. അവൻ ഈ കാര്യം ചിദംബരത്തിനോട് പറയുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത് ചിദംബരം തന്ന ആ പാഴ്സലിൽ കൊക്കൈൻ ആയിരുന്നു എന്ന്. നീ മനഃപൂർവ്വം അത് മറ്റാർക്കോ വിറ്റതാണെന്ന് ചിദംബരം പറയുന്നു. എന്നാൽ താൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നും എങ്ങനെയെങ്കിലും ആ വണ്ടിയും നിങ്ങളുടെ സാധനവും കണ്ടെത്തി തരുമെന്നും മണി പറയുന്നുണ്ട്. ഒന്നുകിൽ തനിക്ക് സാധനം കിട്ടണം, അല്ലെങ്കിൽ ആ സാധനത്തിന് തുല്യമായിട്ടുള്ള 50 ലക്ഷം രൂപ തരണമെന്നാണ് ചിദംബരം പറയുന്നത്. അത് നീ തന്നില്ലെങ്കിൽ നിന്റെ കാമുകിയെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ചിദംബരത്തിന്റെ ആൾക്കാരെ രേഖയെ കിഡ്നാപ്പ് ചെയ്യുന്നു. രേഖ ചിദംബരത്തിന്റെ കയ്യിലിരിക്കുന്നത് സേഫ് അല്ല എന്ന് മനസ്സിലാക്കിയത് കാരണം മണി എങ്ങനെയെങ്കിലും അയാളുടെ സാധനം തിരികെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. അടുത്തുള്ള CCTV ചെക്ക് ചെയ്യുമ്പോൾ ഒരാൾ മുഖം മറിച്ചു വന്നിട്ട് അവന്റെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് അവൻ അന്വേഷണം ആരംഭിച്ചു. സാധാരണയായിട്ട് ഇതുപോലെ കള്ളവണ്ടികൾ കൊണ്ടുപോയി വിൽക്കുന്ന സ്ഥലത്തെല്ലാം അവൻ പോയി അന്വേഷിക്കുമ്പോൾ അവൻ ഒരിടത്തു നിന്നും അവന്റെ വണ്ടി കിട്ടുന്നു. പക്ഷെ ആ വണ്ടിയിൽ സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല. ആ വണ്ടി അവിടെ കൊണ്ടുവന്നത് മാരി എന്ന് പറയുന്ന ഒരാളാണെന്ന് അവന് മനസ്സിലായി. ഈ മാരി നേരത്തെ ചിദംബരത്തിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളായിരുന്നു. പക്ഷെ അയാളുമായിട്ട് വഴക്കിട്ട് പിരിഞ്ഞതാണ്. അയാളുള്ള ദേഷ്യത്തിനായിരിക്കാം ആ വണ്ടി അവൻ എടുത്തുകൊണ്ടുപോയി വിറ്റതെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷെ അതിനുള്ളിലുണ്ടായിരുന്ന പാഴ്സലും മരുന്നിന്റെ ബോക്സും എല്ലാം തന്നെ അവൻ കൈക്കലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും മാരിയെ കണ്ടുപിടിക്കാൻ ഇവർ തീരുമാനിക്കുന്നു. ആ ടൈമിൽ മറ്റൊരിടത്ത് അശോകിന്റെ വൈഫ് അർച്ചനയെ അവളുടെ എക്സ് ലവറായ അരുൺ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അശോകുമായിട്ടുള്ള വിവാഹത്തിന് മുമ്പ് അരുണുമായിട്ട് അവളുടെ ഒരു ലിവിംഗ് റിലേഷൻഷിപ്പിലായിരുന്നു. ആ ടൈമിൽ എടുത്ത കുറെ വീഡിയോസും ഫോട്ടോസും വെച്ചിട്ട് അരുൺ ഇപ്പോൾ അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. അവൻ പറയുന്ന കാശ് കൊടുത്തില്ലെങ്കിൽ ഇതെല്ലാം ഇന്റർനെറ്റിൽ പ്രചരിപ്പിക്കുമെന്നും അശോകിനോട് പറയുമെന്നുമാണ് അവൻ പറയുന്നത്. 2 കോടി രൂപ വേണമെന്ന് അവൻ പറയുമ്പോൾ തന്റെ കയ്യിൽ അത്രയും രൂപ ഇല്ല എന്ന് അവൾ പറയുന്നു. ക്യാഷിന്റെ കാര്യങ്ങളെല്ലാം അശോകാണ് നോക്കുന്നത്. അത്രയും രൂപ അവന്റെ കയ്യിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അവൻ എന്തായാലും മനസ്സിലാക്കും. എന്നാൽ അതൊന്നും അരുണിന് അറിയേണ്ട കാര്യമുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും അവൾ 2 കോടി രൂപ അവന് കൊടുത്തെങ്കിലേ പറ്റൂ. ഒടുവിൽ എങ്ങനെയൊക്കെ അവൾ ഒരു 10 ലക്ഷം രൂപ ഒപ്പിച്ച് അവന് കൊടുക്കുന്നു. എന്നാൽ ഇത് വെറും ഒരു അഡ്വാൻസ് ആണെന്നും ബാക്കി കാശ് എനിക്ക് തന്നില്ലെങ്കിൽ താൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമെന്ന് അവൻ വീണ്ടും ഭീഷണിപ്പെടുത്തുന്നു. തന്റെ കുഞ്ഞിനെ ആലോചിച്ച് മാത്രമാണ് താൻ ആത്മഹത്യ ചെയ്യാതിരിക്കുന്നതെന്നാണ് അവൾ പറയുന്നത്. കാശ് തന്നില്ലെങ്കിൽ നിന്നെ നിന്റെ കുഞ്ഞിനെയൊക്കെ കൊല്ലുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തുകയാണ്. ഇവിടെ രമേശും മണിയും ആകെ ടെൻഷനിലാണ്. മാരിയെ കണ്ടെത്തിയ പാഴ്സൽ കൊടുത്തില്ലെങ്കിൽ ചിദംബരത്തിന്റെ കയ്യിൽ നിന്ന് രേഖയെ രക്ഷിക്കാൻ കഴിയില്ല. അതിനിടയ്ക്ക് പെട്രോൾ അടിക്കാൻ പമ്പിൽ കയറിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പയ്യനുമായിട്ട് ചെറിയൊരു വാക്കുതർക്കമാകുന്നു. ദേഷ്യം വന്ന രമേശ് അവനെ അടിക്കുകയും ചെയ്തു. കാശും കൊടുക്കാതെയാണ് അവരവിടെ നിന്നും പോകുന്നത്. മാരിയെ അന്വേഷിച്ച് ഇവർ പല ആൾക്കാരുടെ അടുത്തെത്തി. അങ്ങനെ ഒരാളുടെ അടുത്തെത്തിയ സമയത്ത് അയാളുടെ കൂട്ടത്തില് അരുണും ഉണ്ടായിരുന്നു. ഇവരെന്തോ പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണെന്ന് അരുൺ മനസ്സിലാക്കിയ കാരണം തന്റെ കൂടെ ഇവരെയും കൂട്ടാൻ അരുൺ തീരുമാനിക്കുന്നു. അരുൺ ഇവരോട് പറയുന്നുണ്ട് ഞാൻ പറയുന്ന പോലെ ഒരു കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യുകയാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് കോടികൾ സ്വന്തമാക്കാമെന്നും അതിൽ നിങ്ങൾക്ക് വേണ്ട കാശ് ഞാൻ തരാമെന്നും. ആദ്യം മണിയും രമേശും അതിനെ എതിർത്തെങ്കിലും കാശിന്റെ ആവശ്യം കാരണം അവസാനം അരുണിന്റെ കൂടെ നിൽക്കാൻ അവർ തീരുമാനിച്ചു. അർച്ചനയുടെ നീക്കങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന അരുണിനറിയാമായിരുന്നു അവർ ഊട്ടിയിലേക്ക് പോകുന്നുണ്ടെന്ന്. അങ്ങനെ അരുൺ തന്നെയാണ് രമേശിനെയും മണിയെയും അവിടേക്ക് പറഞ്ഞുവിടുന്നതും അവരുടെ കാറുമായിട്ട് ആക്സിഡന്റ് ഉണ്ടാക്കുന്നതും. രമേശ് അശോകുമായിട്ടും അർച്ചനയുമായിട്ടും വഴക്കുണ്ടായിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് മണി ആരും അറിയാതെ പോയി കുട്ടിയെ അതിൽ നിന്ന് എടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ മണി കാറിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അനു അതിലുണ്ടായിരുന്നില്ല. ഇനി കഥ പ്രസന്റിലേക്ക് വരികയാണ്. താൻ കാറിൽ
അവളെല്ലാം കുട്ടിയെ നോക്കിയിട്ട് കണ്ടില്ല എന്നാണ് മണി ഇവിടെ അരുണിനോട് പറയുന്നത്. പക്ഷെ കുട്ടി അതിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ, മനഃപൂർവ്വം നിങ്ങൾ കുട്ടിയെ മാറ്റിയിട്ട് ഞാൻ അറിയാതെ അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാനുള്ള പരിപാടിയാണോ എന്ന് അരുൺ ചോദിക്കുന്നുണ്ട്. എന്നാൽ തങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യുന്ന ഐഡിയ നിങ്ങളുടേതായിരുന്നില്ലേ, ഞങ്ങൾ എന്തിനാണ് കുട്ടിയെ മാറ്റുന്നതെന്നാണ് മണി ചോദിക്കുന്നത്. ഇവിടെ അർച്ചനയും അശോകും അനുവിന്റെ മിസ്സിംഗ് കേസ് ഒഫീഷ്യലായിട്ട് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാതെ തങ്ങൾക്ക് പരിചയമുള്ള പോലീസുകാരനായ കണ്ണനെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നു. എന്നാൽ അനുവിനെ കുറിച്ച് ഒരു വിവരവും അവർക്ക് കിട്ടിയില്ല. അർച്ചന വിചാരിച്ചു വെച്ചിരിക്കുന്നത് തന്റെ മകളെ തട്ടിക്കൊണ്ടുപോയത് അരുണാണെന്നാണ്. എന്നാൽ അന്ന് രാത്രി അശോക് അറിയാതെ അരുണാകട്ടെ അർച്ചനെ കാണാൻ അവളുടെ വീട്ടിലേക്ക് വരുന്നു. എന്റെ കുഞ്ഞെവിടെ നമ്മൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, നിന്റെ കുഞ്ഞിനെയൊന്നും ഞാൻ തട്ടിക്കൊണ്ടുപോയിട്ടില്ല, പക്ഷെ ഞാൻ പറഞ്ഞ കാശ് നീ എത്രയും പെട്ടെന്ന് തരണമെന്ന്. എന്നാൽ അർച്ചന അവനോട് പറയുന്നുണ്ട്, വിവാഹത്തിന് മുൻപ് ഞാൻ നിന്നെ പ്രണയിച്ചിരുന്നു എന്നുള്ളത് ശരിയാ, ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത്, പക്ഷെ നീയായിരുന്നു എന്നെ സംശയത്തിന്റെ പേരിൽ ഒഴിവാക്കിയതും എന്റെ ലൈഫ് സ്പോയിൽ ചെയ്തതും. വിവാഹശേഷം ഞാൻ അശോകിനോട് വളരെ ജെന്യൂനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, വെറുതെ എന്റെ ജീവിതം സ്പോയിൽ ചെയ്യരുതെന്ന് അവൾ പറയുന്നു. ഈ ബഹളം എല്ലാം തന്നെ താഴെ നിന്നും അശോക് കേൾക്കുന്നുണ്ടായിരുന്നു. മുകളിൽ ആരും ഉണ്ടെന്ന് മനസ്സിലാക്കി അവനാകട്ടെ മുകളിലേക്ക് കയറി വന്ന് പെട്ടെന്ന് വാതിൽ തുറക്കുന്നു. പക്ഷെ അവൻ വാതിൽ തുറക്കുന്ന സമയത്ത് അരുൺ അവിടെ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു. അർച്ചനയാകട്ടെ ഉറങ്ങുന്ന പോലെ അഭിനയിച്ച് കിടക്കുകയും ചെയ്യുന്നു. തനിക്ക് തോന്നിയതായിരിക്കാന്ന് കരുതിയിട്ട് അശോക് താഴേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴേക്ക് അരുൺ വീണ്ടും വന്ന് അവളോട് പറയുന്നുണ്ട്, പറഞ്ഞ കാശ് എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ ഫോട്ടോസും വീഡിയോസും നെറ്റിൽ അപ്ലോഡ് ചെയ്യുമെന്ന്. ഒരു സൈഡിൽ ഇവന്റെ ബ്ലാക്ക് മെയിലിംഗ്, മറ്റൊരു സൈഡിൽ തന്റെ കുട്ടിയെ കാണാനില്ല. അർച്ചന ആകെ സങ്കടത്തിലായിരുന്നു. അരുണല്ല ഇവളുടെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെങ്കിൽ ഇനി എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചതെന്നാണ് കാണിക്കുന്നത്. രമേശുമായിട്ട് അർച്ചന അശോകും വഴക്കുണ്ടായിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്റെ കയ്യിലുണ്ടായിരുന്ന ബലൂൺ അനുവിന്റെ കയ്യിൽ നിന്നും പറന്ന് ദൂരേക്ക് പോയി. അവൾ ഡോർ തുറന്ന് ആ ബലൂൺ എടുക്കാൻ വേണ്ടിയിട്ട് തേയിലത്തോട്ടങ്ങൾക്കിടയിലേക്ക് പോയി. ആ സമയം കൊണ്ടാണ് രമേശുമായിട്ടുള്ള ഇഷ്യൂ സോൾവ് ചെയ്തിട്ട് അശോകും അർച്ചനയും വണ്ടി എടുത്തു പോകുന്നത്. അനു തിരിച്ചു വന്ന് നോക്കുമ്പോൾ വണ്ടി കാണുന്നുമില്ല. അവൾ ആകെ പേടിച്ച് അവിടെ നിൽക്കുന്ന സമയത്ത് അതുവഴി പോയ രണ്ടുപേര് അവളോട് കാര്യം തിരക്കുന്നു. അനുവിന്റെ പേരൻസിനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ അനുവിനെ വണ്ടിയിലേക്ക് കയറ്റി. അനുവിനോട് അച്ഛന്റെ നമ്പരും അച്ഛന്റെ പേരും ഒക്കെ ചോദിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് അത് അശോക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മകളാണെന്ന്. അതോടെ അവർ എന്തൊക്കെയോ മനസ്സിൽ ചിന്തിച്ചിട്ട് പെട്ടെന്ന് ആരെയോ കോള് ചെയ്യുന്നു. എന്നിട്ട് അയാളോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇതുപോലെ ഈ കുട്ടിയെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന്. അവര് വിളിച്ച ആള് ഇവരോട് ആ കുട്ടിയെ തൽക്കാലം അശോകിന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടെന്നും താൻ പറയുന്നിടത്തേക്ക് കൊണ്ടുപോകാനും പറയുന്നു. ഇവർ ആരെയാണ് വിളിച്ചതെന്നൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഈ രണ്ടുപേരും അനുവിനെ കൊണ്ടുപോയി ഒരിടത്ത് പൂട്ടിയിടുന്നു. എന്നാൽ അനുവാകട്ടെ ഇവരുടെ കണ്ണു വെട്ടിച്ച് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. അവൾ ഓടി ഓടി എത്തുന്നതാകട്ടെ ഉമ്മയുടെ അടുത്തും. ഉമ്മ അവളോട് കാര്യമൊക്കെ തിരക്കി അവൾക്ക് ആഹാരമൊക്കെ കൊടുക്കുന്നു. അവളെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് രമേശിന്റെ സഹായം ഉമ്മ തേടുന്നു. അങ്ങനെ രമേശും മണി ഇവരുടെ അടുത്തേക്ക് വരുമ്പോഴാണ് മനസ്സിലാകുന്നത് തങ്ങൾ ആദ്യം കിഡ്നാപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ച കുട്ടി ഇത് തന്നെയാണെന്ന്. അവരെ സംബന്ധിച്ച് തേടിയ വെള്ളി കാലിൽ ചുറ്റി എന്നുള്ള അവസ്ഥയായിരുന്നു. തൽക്കാലം അവർ അനുവിനെ തങ്ങളുടെ കൈവശം വെച്ചിട്ട് അശോകിനെ കോൾ ചെയ്ത് പറയുന്നുണ്ട്, തങ്ങൾക്ക് 50 ലക്ഷം രൂപ വേണമെന്നും എന്നാൽ മാത്രമേ നിങ്ങളുടെ മകളെ വിട്ടുതരൂവെന്നും. കുഞ്ഞിനെ രക്ഷിക്കാൻ എത്ര ക്യാഷ് കൊടുക്കാനും അശോക് തയ്യാറായിരുന്നു. അശോക് പെട്ടെന്ന് തന്റെ സെക്രട്ടറി വീണയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് 50 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് ഓഫീസിൽ നിന്ന് ഇവിടെ എത്തിക്കണമെന്ന്. ഈ കാശ് ചോദിച്ചത് അരുൺ തന്നെയായിരിക്കുമെന്ന് അർച്ചന വിചാരിക്കുന്നു. അർച്ചന അരുണിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, കുട്ടി നിന്റെ കയ്യിൽ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തിനാണ് കുഞ്ഞ് നിന്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാശ് വാങ്ങിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, എന്റെ കയ്യിൽ നിന്റെ കുഞ്ഞൊന്നും ഇല്ലാന്ന്. നിന്റെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് വേറെ ആരെങ്കിലും ആയിരിക്കും, അവരായിരിക്കും കാശ് ചോദിക്കുന്നത്. താൻ തട്ടിക്കൊണ്ടുപോകാൻ പ്ലാനിട്ട അനുവിനെ ഇപ്പോൾ മറ്റൊരാൾ തട്ടിക്കൊണ്ടുപോയിട്ട് അതിന്റെ പേരിൽ കാശ് വാങ്ങിക്കുന്ന കാര്യം അരുൺ മനസ്സിലാക്കിയതോടെ അവൻ ചിന്തിക്കുന്നുണ്ട്, തന്നെ ചതിച്ചിട്ട് മണിയും രമേശും ചേർന്നിട്ടായിരിക്കാം ഈ ഒരു ബ്ലാക്ക് മെയിലിംഗ് പരിപാടി നടത്തുന്നതെന്ന്. അതുകൊണ്ട് എന്തായാലും അർച്ചനയുടെ കയ്യിൽ നിന്നും കിട്ടിയ അറിവ് വെച്ചിട്ട് അവരെവിടേക്കാണ് കുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ട് കാശും കൊണ്ട് പോകുന്നതെന്ന് അരുണും മനസ്സിലാക്കി അവൻ അവിടേക്ക് പോകുന്നു. അശോക് കാശുമായിട്ട് വരുന്ന സ്ഥിതിക്ക് ആ കാശ് നേരെ ചിദംബരത്തിന് കൊടുത്തിട്ട് രേഖ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാനായിരുന്നു ഇവിടെ മണിയുടെ പ്ലാൻ. അതിനു വേണ്ടിയിട്ട് മണിയാകട്ടെ അശോകിനെയും ചിദംബരത്തിനെയും ഒരു മാളിന്റെ പാർക്കിങ്ങിലേക്ക് വിളിക്കുന്നു. പക്ഷെ രേഖയും കൊണ്ട് ചിദംബരത്തിന്റെ ആൾക്കാരോട് മറ്റൊരു മാളിന്റെ പാർക്കിങ്ങിലാണ് അവൻ വെയിറ്റ് ചെയ്യാൻ പറയുന്നതും. എന്നിട്ട് അവൻ ആ പാർക്കിങ്ങിലേക്ക് പോവുകയും ചെയ്യുന്നു. താൻ പറയുന്ന സ്ഥലത്തെത്തി പറയുന്ന ആളുടെ കയ്യിൽ കാശ് കൊടുക്കണമെന്ന് മണി അശോകിനോട് പറയുന്നു. അശോക് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ചിദംബരത്തിന്റെ ആൾക്കാരായിരുന്നു. അശോക് അവരുടെ കയ്യിൽ കാശ് കൊടുക്കുന്നു. കുട്ടി കാറിലെത്തിക്കൊള്ളുമെന്നാണ് മണി പറഞ്ഞത്. മണി പറഞ്ഞ പ്രകാരം കാശ് കിട്ടിയ സ്ഥിതിക്ക് ചിദംബരം ആകട്ടെ തന്റെ ആൾക്കാരോട് പറയുന്നുണ്ട് രേഖയെ വിട്ടേക്കാൻ. അങ്ങനെ രേഖ മണിയുടെ അടുത്തെത്തി. അതോടെ മണി രേഖയും കൊണ്ട് ആ മാളിന്റെ പാർക്കിങ്ങിൽ നിന്ന് പോകുന്നു. അതേസമയം മറ്റേ മാളിന്റെ പാർക്കിങ്ങിൽ നിന്നിരുന്ന ചിദംബരത്തിനെ ആകട്ടെ അശോക് പറഞ്ഞ പ്രകാരം പോലീസ് പിടിക്കുന്നു. കുട്ടിയെ അവർ കയ്യിൽ തരാൻ ചാൻസ് കുറവാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ അശോക് ഓൾറെഡി പോലീസിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ വന്ന് ചിദംബരത്തിനെ പിടിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അവിടെ നടന്ന കളികളെല്ലാം. ചിദംബരത്തിന്റെ കയ്യിൽ നിന്ന് അവർ കാശ് തിരിച്ചു വാങ്ങി. മണിയാണ് ഇതിന്റെ പിറകിലെന്നും അവൻ തങ്ങളെ പറ്റിച്ചതാണെന്നും ചിദംബരം പറയുന്നു. അശോക് ആൾറെഡി ഒരു സെക്കൻഡ് പ്ലാൻ കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. മണി തന്നെ വിളിച്ച നമ്പറിൽ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അശോക് തന്റെ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ആൾക്കാര് മണിയെ ഫോളോ ചെയ്ത് നടന്നിരുന്നതാണ്. അവൻ മറ്റേ മാളിന്റെ പാർക്കിങ്ങിൽ എത്തിയതും രേഖയും കൊണ്ട് പോകുന്നതുമല്ല അവർ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ രേഖയും മണിയും കൈയോടെ പിടിക്കുന്നു. അശോക് അവിടേക്ക് വന്ന് മണിയോട് പറയുന്നുണ്ട്, എന്റെ മകളെ കടത്തിക്കൊണ്ടു പോയത് നീയാണെങ്കിൽ നീ അവളെ തിരിച്ചു തന്നെങ്കിലേ പറ്റുമെന്ന്. എന്നാൽ മണി പറയുന്നുണ്ട്, നിങ്ങളുടെ മകള് എന്റെ കയ്യിലില്ലാന്ന്. മണിയുടെ രമേശിന്റെ കയ്യിൽ നിന്നും അനു രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. ഉമ അവൾക്ക് ആഹാരം എടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോയ സമയത്താണ് അനു അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയത്. അത്
കാരണം കുട്ടിയില്ലാതെയാണ് ഇവർ കാശിന് വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നത്. ഇതെല്ലാം കുറച്ചു മുമ്പ് നടന്ന സംഭവങ്ങളായിരുന്നു. അത് നമ്മളെ ഫ്ലാഷ് ബാക്ക് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അശോക് പറയുന്നുണ്ട്, എന്തൊക്കെ വന്നാലും ശരി, ഇനി എന്റെ മകളെ നീയായിട്ട് കണ്ടെത്തി തന്നില്ലെങ്കിൽ നിന്റെ ഈ കാമുകയെ ഞാൻ വെറുതെ വിടില്ലാന്ന്. അതും പറഞ്ഞിട്ട് അശോക് ആകട്ടെ രേഖ അവിടെ നിന്നും പിടിച്ചുകൊണ്ടു പോകുന്നു. മണി വീണ്ടും ആകെ പ്രശ്നത്തിലായി. ഒരു സൈഡിൽ ചിദംബരം വീണ്ടും ഇവനെ പിടിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. ഒന്നുകിൽ എന്റെ പാഴ്സൽ കൊണ്ടു തരണം, അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള 50 ലക്ഷം തരണമെന്ന് പറഞ്ഞിട്ട്. അർച്ചനെ ഫോളോ ചെയ്തു വന്ന അരുണാകട്ടെ ഈ സംഭവങ്ങളെല്ലാം തന്നെ കാണുന്നുണ്ടായിരുന്നു. കാര്യങ്ങളെല്ലാം ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. തന്റെ കാശ് എങ്ങനെയെങ്കിലും കിട്ടണമെങ്കിൽ മണി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടിയെ താൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്നാണ് ചിദംബരം ചിന്തിക്കുന്നത്. കാരണം ആ കുട്ടി തന്റെ കൈവശം വന്നു കഴിഞ്ഞാൽ മണി എന്തായാലും അതിനെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വരും. അങ്ങനെയാണെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് കുട്ടിയെ കൊടുക്കുകയും ചെയ്യാം. അവന് കുട്ടിയെ അശോകിനെ ഏൽപ്പിച്ചിട്ട് രേഖയെ രക്ഷിക്കുകയും ചെയ്യാം. രേഖ ഇപ്പോൾ അശോകിന്റെ കസ്റ്റഡിയിലാണല്ലോ. അതുകൊണ്ട് ചിദംബരത്തിന്റെ ആൾക്കാരും അനുവിന്റെ ഫോട്ടോ വെച്ചിട്ട് പലയിടങ്ങളിലും അന്വേഷിച്ചിറങ്ങി. മണിയും രമേശും അനു എവിടേക്കാണ് ഓടിപ്പോയതെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ CCTV എല്ലാം ചെക്ക് ചെയ്യുന്നതിനിടയിൽ അനു റോഡിൽ മയങ്ങി വീഴുന്നതും 2 ട്രാൻസ്ജെൻഡേഴ്സ് വന്നിട്ട് അവളെ രക്ഷിക്കുന്നതും അവർ കാണുന്നു. അവർ ആ ട്രാൻസ്ജെൻഡേഴ്സിന്റെ നമ്പർ കണ്ടുപിടിച്ച് അവരെ കോണ്ടാക്ട് ചെയ്യുമ്പോഴാകട്ടെ അവര് പറയുന്നുണ്ട്, കുട്ടിയെ രക്ഷിക്കാൻ ഞങ്ങൾ ശ്രമിച്ചായിരുന്നു. പക്ഷെ ആ സമയത്ത് കാറിൽ വന്ന ഒരു സ്ത്രീ ആകട്ടെ അത് തന്റെ മകളാണെന്ന് പറഞ്ഞിട്ട് പേര് വിളിച്ച് ആ കുട്ടിയെ എടുത്തുകൊണ്ടുപോയി. കണ്ടിട്ടത് ആ കുട്ടിയുടെ തന്നെ അമ്മയാണെന്നാ തങ്ങൾക്ക് തോന്നിയതെന്ന് അവർ പറയുന്നു. അതോടെ മണി ആകെ കൺഫ്യൂഷനിലായി. ഇവിടെ എന്താ നടക്കുന്നതെന്ന് അവന് മനസ്സിലാകുന്നില്ല. കുട്ടിയുടെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അർച്ചനയാകാൻ ചാൻസ് ഉണ്ടെന്ന് മണിക്ക് തോന്നുന്നു. മണി അശോകനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഈ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ നിങ്ങളുടെ വൈഫിന്റെ അടുത്തൊന്ന് ചോദിക്കുന്ന നല്ലത്, ചിലപ്പോൾ കുട്ടി അവരുടെ അടുത്ത് തന്നെ കാണുമെന്ന് മണി പറയുന്നു. എന്നാൽ അശോക് അതൊന്നും വിശ്വസിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് എന്റെ കുട്ടിയെ നിങ്ങൾ തന്നെ കണ്ടെത്തി തരണമെന്നാണ് അശോക് പറയുന്നത്. എവിടെയോ എന്തോ കളി നടക്കുന്നുണ്ടെന്ന് മണിക്ക് മനസ്സിലായി. അതുകൊണ്ട് തൽക്കാലം കുട്ടി അർച്ചനയുടെ കയ്യിൽ ഉണ്ടോന്ന് വേണ്ടിയിട്ട് അർച്ചനയെ ഫോളോ ചെയ്യാൻ മണിയും രമേശും തീരുമാനിക്കുന്നു. അതിനു വേണ്ടിയിട്ട് അർച്ചനയുടെ വീട്ടിലേക്ക് അവർ പോവുകയാണ്. ആ ടൈമിൽ അർച്ചനയാകട്ടെ അരുണിനെ കാണാൻ അവൻ പറഞ്ഞിടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അരുണാകട്ടെ അവളോട് പറയുന്നുണ്ട്, കുട്ടി എന്റെ കൈവശമുണ്ട്, മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ കാശ് കൊണ്ടു തന്നില്ലെങ്കിൽ കുട്ടിയെ ഞാൻ കൊന്നു കളയുമെന്ന്. അങ്ങനെ ഭീഷണിപ്പെടുത്തിയാണ് അവളെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നത്. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ സങ്കടത്തിൽ അവിടെ നിന്നും പോകുന്നു. ആ സമയം അശോകിനാകട്ടെ ഒരാളുടെ കോള് വരുന്നുണ്ട്. നിങ്ങളുടെ കുട്ടിയെ തട്ടിക്കൊണ്ടുവന്നത് ഞാനാണെന്നും കുട്ടിയെ വേണമെങ്കിൽ 1 കോടി രൂപ തരണമെന്നും. എന്നിട്ട് അനുവിന്റെ ഒരു വീഡിയോയും അവന് കാണിച്ചു കൊടുക്കുന്നു. താൻ കാശുമായിട്ട് നിങ്ങൾ പറയുന്ന സ്ഥലത്ത് എത്താമെന്ന് അശോക് വാക്ക് കൊടുക്കുന്നു. അയാൾ ഒരു ലൊക്കേഷനും അയച്ചു കൊടുക്കുന്നുണ്ട്. അശോക് എന്നിട്ട് ഫോൺ വിളിച്ച് ഈ വിവരം അർച്ചനയെ അറിയിക്കുന്നു. അർച്ചന വിചാരിക്കുന്നു അത് ഉറപ്പായും അരുണായിരിക്കുമെന്ന്. അവനായിരിക്കും കാശിന് വേണ്ടിയിട്ട് തന്റെ കുഞ്ഞിനെ വെച്ചുകൊണ്ട് വീഡിയോ അയച്ച് അശോകിനെ ഭീഷണിപ്പെടുത്തുന്നത്. അതുകൊണ്ട് അവളാകട്ടെ അശോകിനോട് പറയുന്നുണ്ട്, ആ കാശ് നമുക്ക് കൊടുത്തേക്കാം, നമുക്ക് നമ്മുടെ കുട്ടിയാ വലുതെന്ന്. ഒടുവിൽ അശോക് അവളോട് പറയുന്നുണ്ട്, താൻ പറയുന്ന ബാഗില് 1 കോടി രൂപയായിട്ട് സ്കൂട്ടി എടുത്തുകൊണ്ട് പറയുന്ന സ്ഥലത്തേക്ക് വരണമെന്ന്. അങ്ങനെ അവള് കാശെടുത്ത് സ്കൂട്ടിയിൽ വെച്ച് അവിടെ നിന്നും ഇറങ്ങി. അതേസമയം അവളെ കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് വന്ന മണിയും രമേശും അവള് പോകുന്നത് കാണുകയും അവളെ ഫോളോ ചെയ്ത് പോവുകയും ചെയ്യുന്നു. ഒരിടത്ത് വെച്ചിട്ട് അശോക് അർച്ചനയും കണ്ടുമുട്ടുന്നു. ആ കിഡ്നാപ്പർ പറഞ്ഞ പ്രകാരം അവർ ഒരിടത്ത് സ്കൂട്ടി വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ മണിയും രമേശും ഒളിഞ്ഞെന്ന് കാണുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിയുമ്പോൾ കിഡ്നാപ്പർ വന്ന് ആ സ്കൂട്ടി എടുത്തിട്ട് പോകുന്നു. എല്ലാരും തന്റെ കയ്യിൽ നിന്ന് കാശടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുകയും കുഞ്ഞിനെ തിരികെ തരാതിരിക്കുന്നതും കാരണം അശോക് ഓൾറെഡി തന്നെ കിഡ്നാപ്പറിന്റെ കയ്യിൽ കൊടുത്ത ആ ഒരു ബാഗിനകത്ത് ഒരു ട്രാക്കർ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് വെച്ച് ട്രാക്ക് ചെയ്ത് അശോക് അയാളുടെ പിറകെ പോകുന്നു. അർച്ചനയ്ക്ക് ഇക്കാര്യം അറിയില്ലായിരുന്നു. അവൻ ട്രാക്ക് ചെയ്ത് പോകുന്ന കണ്ടിട്ടാണ് അർച്ചന മനസ്സിലാക്കുന്നത് ആ ബാഗിൽ GPS ഉണ്ടായിരുന്നുവെന്ന്. ഇവൻ കിഡ്നാപ്പറിനെ കൈയോടെ പിടിക്കുകയാണെങ്കിൽ അത് അരുണാണെന്ന് മനസ്സിലാവുകയും അവൻ സത്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അശോകുമായിട്ടുള്ള തന്റെ ലൈഫ് നശിക്കുമെന്ന് മനസ്സിലാക്കി അവൾ ആകെ ടെൻഷനിലായിരുന്നു. ഒടുവിൽ ട്രാക്ക് ചെയ്ത് അശോക് ആ കിഡ്നാപ്പറുള്ള സ്ഥലത്തേക്ക് എത്തി. അവൻ പുറത്തേക്ക് ഇറങ്ങി പോയതും ആ ടൈമിൽ തന്നെ അർച്ചനയാകട്ടെ അരുണിന് മെസ്സേജ് അയക്കുന്നുണ്ട്, നീ കൊണ്ടുപോയ ബാഗിൽ GPS ഉണ്ടെന്നും അതെടുത്ത് കളയാനും. എന്താണെങ്കിലും അവന്റെ ആവശ്യം കാശായിരുന്നല്ലോ, അത് കിട്ടിക്കഴിഞ്ഞാൽ തന്റെ കുഞ്ഞിനെ വെറുതെ വിടുമെന്നാണ് അവള് വിചാരിച്ചത്. പക്ഷെ അശോക് ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ആ GPS ഒരിടത്ത് കിടക്കുന്നതാണ്. സ്കൂട്ടിയിൽ ബാഗ് ഉണ്ടായിരുന്നില്ല. ഇവരുടെ പിറകെ ഫോളോ ചെയ്തു പോയ മണി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. രമേശ് ആ സമയം റോഡിൽ തന്നെ നിൽക്കുകയാണ്. പോലീസുകാരിലെ ഒരാളാകട്ടെ അശോകിനെ അർച്ചനയെ ഫുൾ ടൈം ഫോളോ ചെയ്യുകയായിരുന്നു. അൺഒഫീഷ്യലായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് പോലീസുകാർ അറിയാതെ ഇവർ വേറെന്തെങ്കിലും ചെയ്യുന്നുണ്ടോന്ന് കൂടി അവർക്ക് അറിയണമായിരുന്നു. ആ പോലീസുകാരനാകട്ടെ മണിയെയും രമേശിനെയും കാണുന്നുണ്ട്. ഇവരുടെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് തന്റെ സീനിയറിന് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ആ സമയം റോഡിന്റെ അടുത്ത് നിന്നിരുന്ന രമേശ് കാണുന്നുണ്ട് ഒരു ഓട്ടോ അതുവഴി പോകുന്നത്. രമേശിന്റെ വൈഫ് ഉമ്മ ഓട്ടിക്കുന്ന ഓട്ടോ ആയിരുന്നു അത്. അർച്ചനയുടെ മെസ്സേജ് കണ്ടിട്ട് അരുൺ അവളെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് GPS-ന്റെ കാര്യമാണ് ഈ സംസാരിക്കുന്നതെന്ന്. നീയല്ലേ പറഞ്ഞത് എന്റെ കുട്ടി നിന്റെ അടുത്തുണ്ടെന്നും കാശ് കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ വിടാമെന്നും. അതുകൊണ്ടല്ലേ അശോക് നിനക്ക് വേണ്ടിയിട്ട് 1 കോടി രൂപയായിട്ട് ഇവിടെ വന്നതെന്നൊക്കെ അവള് ചോദിക്കുന്നു. എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് അരുൺ പറയുന്നുണ്ട്, ഞാൻ ഇതുവരെയും നിന്റെ ഹസ്ബൻഡിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല എന്ന്. പിന്നെ നീ വിചാരിക്കുന്ന പോലെ എന്റെ കയ്യിൽ നിന്റെ കുട്ടിയൊന്നുമില്ല. ഇല്ലാത്തൊരു കുട്ടിയെ വെച്ചിട്ട് ഞാൻ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ ഈ കളിയിൽ വേറെ ആരൊക്കെയോ ഉണ്ട്. വേറെ ആരുമാണ് നിന്റെ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത്. ഇതോടെ അർച്ചനയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിരുന്നു. അവൾ ഇത്രയും നേരം വിചാരിച്ചിരുന്നത് അരുൺ തന്നെയായിരിക്കും കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തതെന്നാണ്. പക്ഷെ അവൻ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുട്ടി തന്റെ അടുത്തുണ്ടെന്ന് അവൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് മറ്റാരോ ആയിരുന്നു. കുറച്ചു കഴിയുമ്പോൾ അശോകിന് ആ കിഡ്നാപ്പറിന്റെ കോള്
വരുന്നു. നിങ്ങളുടെ കാശ് എനിക്ക് കിട്ടി, കാശ് കിട്ടിയ സ്ഥിതിക്ക് കുട്ടിയെ ഞാൻ ഒരു ബസ് സ്റ്റോപ്പിൽ വിട്ടിട്ടുണ്ടെന്നും കുട്ടിയുടെ ലൊക്കേഷൻ ഇതാണെന്നും പറഞ്ഞിട്ട് ഒരു ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നു. അതോടെയാണ് അവർക്ക് സമാധാനമായത്. കിഡ്നാപ്പർ ആരാണെന്ന് അറിയില്ല, കാശ് പോയെങ്കിൽ പോട്ടെ, കുട്ടിയെ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് അവർ ബസ് സ്റ്റോപ്പിന്റെ അടുത്തേക്ക് പോകുന്നു. അവിടെ അനു ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ ഇവർ ആ ലൊക്കേഷൻ കണ്ടെത്തി അവിടെ എത്തുമ്പോഴേക്കും അനുവിനെ അവിടെ കാണുന്നില്ല. അവള് വീണ്ടും മിസ്സിംഗ് ആയിരിക്കുന്നു. ഇതിനിടയ്ക്ക് ആ പോലീസുകാരനാകട്ടെ അശോകനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങളെ ഫോളോ ചെയ്ത് ആ മണിയും രമേശും നിങ്ങളുടെ പിറകെ തന്നെ ഉണ്ടായിരുന്നുവെന്ന്. രമേശിന്റെ ഫോട്ടോ അയച്ചു കൊടുക്കുന്നു. ഇത്രയും നേരം അശോക് മണിയെ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. മണിയുടെ കൂടെ ഉണ്ടായിരുന്ന രമേശിനെ അവൻ ഇപ്പോഴാണ് കാണുന്നത്. അതോടുകൂടി അശോകിന് മനസ്സിലായി ആദ്യം കാർ ആക്സിഡന്റ് ഉണ്ടായ സ്ഥലത്ത് രമേശ് മനഃപൂർവ്വം ആക്സിഡന്റ് ഉണ്ടാക്കിയതാണെന്ന്. അത് കാരണം അവൻ മണിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇതെല്ലാം നിങ്ങളുടെ പ്ലാനിംഗ് ആയിരുന്നു എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് എന്റെ കുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി തരണമെന്ന്. എന്നാൽ മണി പറയുന്നു, ആദ്യം ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് നേരാണ്, പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ കയ്യിലല്ല നിങ്ങളുടെ കുട്ടിയെന്നും, പക്ഷെ എവിടെ ഉണ്ടെങ്കിലും ആ കുട്ടി എങ്ങനെയെങ്കിലും കണ്ടെത്തി തരുമെന്നും മണി പറയുന്നു. കാരണം അവൻ എങ്ങനെയെങ്കിലും രേഖയെ അശോകിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചേ പറ്റുമായിരുന്നുള്ളൂ. അവരെങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇവർ പെട്രോൾ പമ്പിൽ വെച്ചിട്ട് വഴക്കുണ്ടാക്കിയ ആ ഒരു പയ്യനില്ലേ, അവൻ അടുത്തേക്ക് വന്നിട്ട് അവരോട് പറയുന്നുണ്ട്, കാശ് തരാതെ നിങ്ങൾ മുങ്ങിയതല്ലേ, മര്യാദയ്ക്ക് എന്റെ കാശ് തരുന്നതാ നല്ലതെന്ന്. ഈ പ്രശ്നത്തിലൂടെ വേറൊന്നുകൂടി വേണ്ടാന്ന് വിചാരിച്ചിട്ട് രമേശ് അവന്റെ കാശ് എടുത്തു കൊടുക്കുന്നു. അവന്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. അയാളെ കണ്ടതും പെട്ടെന്ന് മണിക്ക് അവന്റെ ഫേസ് ഓർമ്മ വരുന്നു. കാരണം മണിയുടെ വണ്ടി അടിച്ചു മാറ്റിക്കൊണ്ടുപോയ ആളെ അവൻ CCTV-യിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അവൻ മുഖം മറച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവന്റെ നെറ്റിയിലെ മുറിവ് അവൻ നന്നായിട്ട് ഓർമ്മയുണ്ടായിരുന്നു. അവൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ മാരി തന്നെയാണിതെന്ന് മണിക്ക് മനസ്സിലായി. അങ്ങനെ മണി കൈയോടെ അവനെ പിടിക്കുന്നു. അവനെ കുറെ ഇടിച്ചു കഴിയുമ്പോൾ അവൻ സത്യം തുറന്നു പറയുന്നു. ചിദംബരത്തിനുള്ള ദേഷ്യത്തിനാണ് അയാളുടെ വണ്ടി അവൻ മോഷ്ടിച്ചത്. ആ വണ്ടിയിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തന്നെ അവൻ തന്റെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ മെഡിസിൻ ബോക്സും ചിദംബരത്തിന്റെ കൊക്കൈൻ അടങ്ങുന്ന ബോക്സും അവന് തിരിച്ചു കിട്ടി. അവൻ അത് കൊണ്ടുപോയി ചിദംബരത്തിന്റെ കയ്യിൽ കൊടുക്കുന്നു. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു എന്ന് അവൻ പറയുന്നു. നിങ്ങളുടെ ആ കൊക്കൈൻ ബോക്സ് ഞാൻ അടിച്ചു മാറ്റിയതല്ല, ഇത് കാണാതെ തന്നെ പോയതാണ്. എന്തായാലും അത് തിരിച്ചു കൊണ്ടുവന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാമെന്ന് അവൻ പറയുന്നുണ്ട്. ആ ബോക്സ് മറ്റാർക്കെങ്കിലും മറിച്ചു വിറ്റിട്ട് അവന് വേണമെങ്കിൽ ആവശ്യത്തിന് കാശ് സമ്പാദിക്കാമായിരുന്നു. അതുപോലും ചെയ്യാതെ അവൻ തിരിച്ചു കൊണ്ടു കൊടുത്തതിൽ അവന്റെ സത്യസന്ധത ചിദംബരം മനസ്സിലാക്കി. അതോടെ ചിദംബരം അവനോട് പറയുന്നുണ്ട്, നീ ഇങ്ങോട്ടൊരു സഹായം ചെയ്ത സ്ഥിതിക്ക് ഞാൻ നിനക്കൊരു സഹായം ചെയ്യാമെന്ന്. അതും പറഞ്ഞുകൊണ്ട് അയാളാകട്ടെ അനുവിനെ അവന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഈ കുട്ടി എങ്ങനെയാണ് ഇയാളുടെ കയ്യിൽ വന്നതെന്നല്ലേ. അനുവിനെ ആ കിഡ്നാപ്പർ ബസ് സ്റ്റോപ്പിൽ വിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയം ചിദംബരത്തിന്റെ ആള് അതുവഴി വന്നപ്പോ അനുവിനെ കാണുകയും ചിദംബരം കൊടുത്ത ആ ഫോട്ടോ വെച്ചിട്ട് അനുവിനെ ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തിരുന്നു. കാരണം ചിദംബരത്തിന്റെ ആൾക്കാർ ഓൾറെഡി തന്നെ അനുവിനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെയാണ് ആ ബസ് സ്റ്റോപ്പിൽ നിന്നും അനുവിനെ ചിദംബരത്തിന്റെ ആൾക്കാർ കൊണ്ടുവന്ന് ഇവിടെ തടവിൽ വെച്ചത്. ഒരു കണക്കിന് അത് നന്നായി എന്ന് മണിക്കും തോന്നി. കാരണം കുട്ടിയെ കിട്ടിയ സ്ഥിതിക്ക് കുട്ടിയെ അശോകിന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ രേഖയെ അയാൾ വെറുതെ വിടും. ചിദംബരമായിട്ടുള്ള ഇഷ്യൂ അവന് തീർന്നു. ഇനി അശോകിന്റെ പ്രോബ്ലം സോൾവ് ചെയ്താൽ മതി. അതിനിടയ്ക്ക് രമേശ് ആകട്ടെ രാത്രിയിൽ നിന്റെ ഓട്ടോ ഓടിക്കുന്നത് ആരാണെന്ന്, അത് തന്റെ ഓണർ തന്നെയാണ് ഓടിക്കുന്നതെന്ന് അവള് പറയുന്നു. അങ്ങനെ രമേശ് പോയി ഓണറിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ലാസ്റ്റ് ഓട്ടം പോയത് ആരുടെ കൂടെയാണെന്ന്. കിഡ്നാപ്പർ പോയ സ്ഥലത്ത് നിന്നും ഒരു ഓട്ടോ പോകുന്നത് രമേശ് ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അതിനെപ്പറ്റിയാണ് അവൻ സംസാരിക്കുന്നത്. അങ്ങനെ ആ ഓട്ടോക്കാരന്റെ സഹായത്തോടു കൂടി അയാൾ ആരെയാണ് അവിടെ നിന്നും പിക്ക് ചെയ്തതെന്നും എവിടെയാണ് കൊണ്ടുവിട്ടതെന്നും രമേശ് മനസ്സിലാക്കുന്നു. അങ്ങനെ രമേശ് പോയി ആ വീട്ടിലെ കോളിംഗ് ബെൽ അടിക്കുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി വന്ന് വാതിൽ തുറക്കുന്നതാണ് കാണിക്കുന്നത്. അതായിരുന്നു ആ കിഡ്നാപ്പർ. ആ കിഡ്നാപ്പറിന്റെ മുഖം നമ്മളിപ്പോ കാണിക്കുന്നില്ല. സീൻ അവിടെ കട്ടാവുകയാണ്. അതിനിടെ കുട്ടിയെ കിട്ടിയ വിവരം മണി അശോകിനെ വിളിച്ചറിയിക്കുന്നു. അശോകന് അപ്പോഴാണ് സമാധാനമായത്. എന്നാൽ അശോക് ആകട്ടെ മണിയോട് ചോദിക്കുന്നുണ്ട്, ആദ്യം നിങ്ങൾ എന്റെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചില്ലേ, ആ സമയത്ത് ആ ഒരു മിഷൻ നിങ്ങളെ ആരാണ് ഏൽപ്പിച്ചതെന്ന്. അരുണിനെ പറ്റി മണിയാകട്ടെ അശോകിനോട് പറയുന്നു. അരുണിനെ കൈയോടെ പിടിക്കാൻ വേണ്ടിട്ട് ഇവർ രണ്ടുപേരും ചേർന്നൊരു പ്ലാൻ ഇടുകയാണ്. മണിയാകട്ടെ അരുണിനെ വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ കുട്ടിയെ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്നിടത്ത് വരികയാണെങ്കിൽ ആ കുട്ടിയെ നിങ്ങൾക്ക് തരാമെന്നും നിങ്ങൾ ആ കുട്ടിയുടെ അച്ഛനെ ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങിക്കണമെന്നും. കറങ്ങിത്തിരിഞ്ഞ് കുട്ടി തന്റെ അടുത്ത് തന്നെ വരുന്ന സന്തോഷത്തിലായിരുന്നു അരുണ്. മണി പറഞ്ഞ പ്രകാരം ആ സ്ഥലത്തേക്ക് അരുൺ എത്തുന്നു. എന്നാൽ അവിടെ അരുണിനെ കാത്തിരുന്നത് മണിയും അശോകും പോലീസുകാരുമായിരുന്നു. അനുവിനെ ഓൾറെഡി തന്നെ അശോകിന് മണി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവരെല്ലാം ചേർന്നിട്ട് തന്നെ ട്രാപ്പിലാക്കാൻ ശ്രമിക്കുകയെന്ന് മനസ്സിലാക്കിയ അരുണാകട്ടെ അവസരം മുതലെടുത്ത് അനുവിനെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടെ പോലീസുകാർ വരികയും അവനെ കൈയോടെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ ആ പ്രശ്നം സോൾവ് ആയി. കുട്ടിയെ തിരിച്ചു കിട്ടിയത് കാരണം അശോക് രേഖയെ മണിക്ക് തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്തു. ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം പോലീസുകാരനാകട്ടെ അശോകിനോട് പറയുന്നുണ്ട്, അരുൺ എന്തിനാണ് നിങ്ങളുടെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതെന്നും അരുണും അർച്ചനയും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിക്കുന്നു. എന്നാൽ അശോക് പറയുന്നു അതെല്ലാം തനിക്ക് അറിയാമെന്ന്. അന്ന് രാത്രി അരുണാകട്ടെ അർച്ചനയെ കാണാൻ വന്ന സമയത്ത് അശോക് അവർ സംസാരിച്ചതെല്ലാം ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അർച്ചനയ്ക്ക് വിവാഹത്തിന് മുൻപുള്ള ബന്ധമായിരുന്നു അത്. വിവാഹശേഷം അരുണുമായിട്ട് അവൾ ഒരു റിലേഷൻഷിപ്പും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിലൊന്നും അശോകിനൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ കാര്യങ്ങൾ താൻ അർച്ചനയോട് ഓപ്പണായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവളുടെ ഉള്ളിൽ ഒരു കുറ്റബോധം തോന്നാൻ ചാൻസ് ഉണ്ട്. ജീവിതകാലം മുഴുവൻ അത് അവളുടെ മനസ്സിൽ തന്നെ കിടക്കും. അതുകൊണ്ടാണ് അവൻ അവളോട് ഒന്നും ഓപ്പണായിട്ട് ചോദിക്കാതിരുന്നത്. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ആരായിരുന്നു ആ കിഡ്നാപ്പർ എന്നാണ്. ആ കിഡ്നാപ്പർ അശോകിന്റെ സെക്രട്ടറി വീണയായിരുന്നു. വീണയുടെ സഹോദരനും അശോകിന്റെ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. എന്നാൽ അയാൾ ചെയ്ത എന്തോ മിസ്റ്റേക്കിന്റെ പേരിൽ അശോക് ആകട്ടെ അയാളെ അടിക്കുകയും കമ്പനിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ആ ദേഷ്യം വീണയുടെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും അശോകിനോട് പ്രതികാരം ചെയ്യണമെന്ന്
എന്ന് കരുതിയിരുന്നതാണ് വീണ. ആ സമയത്താണ് വീണയുടെ 2 സുഹൃത്തുക്കൾ ഊട്ടിയിലേക്ക് പോകുന്ന വഴിയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന അനുവിനെ കാണുകയും അത് അശോകിന്റെ മകളാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തത്. അവര് പെട്ടെന്ന് തന്നെ അത് വീണയാണ് വിളിച്ചറിയിച്ചത്. ഒരവസരം കിട്ടിയ സ്ഥിതിക്ക് ആ കുട്ടിയെ വെച്ചിട്ട് അശോകിനെ ഭീഷണിപ്പെടുത്താമെന്നും അവനെ ടോർച്ചർ ചെയ്യാമെന്നും വീണ കരുതി. അതിനു വേണ്ടിയിട്ടാണ് ആ ആൾക്കാര് അനുവിനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി വീട്ടിൽ താമസിപ്പിച്ചത്. എന്നാൽ അവിടെ നിന്നും അനു രക്ഷപ്പെട്ടു പോയി. അതോടെ ഇവരുടെ പ്ലാൻ എല്ലാം തന്നെ തെറ്റി. പക്ഷെ അതിനിടയ്ക്ക് അനു റോഡിൽ ബോധം കെട്ട് വീണ സമയത്ത് അതുവഴി പാസ് ചെയ്തു പോയ വീണയാകട്ടെ അനുവിനെ കാണുകയും തന്റെ മകളാണെന്ന് പറഞ്ഞിട്ട് ആ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കയ്യിൽ നിന്ന് അനുവിനെ കൈക്കലാക്കുകയും ചെയ്തു. പല ആൾക്കാരും അനുവിനെ വെച്ചിട്ട് അശോകിന്റെ കയ്യിൽ നിന്ന് കാശ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവളാകട്ടെ എന്തുകൊണ്ട് തനിക്കും അത് ചെയ്തുകൂടാന്ന് തോന്നിയിട്ട് അവനോട് 1 കോടി രൂപ ആവശ്യപ്പെടുകയും അനുവിനെ വിട്ടുകൊടുക്കാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ കാശ് കിട്ടിക്കഴിഞ്ഞപ്പോ അവളാകട്ടെ ആ ഓട്ടോയിൽ കയറി അനുവിനെ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് ആക്കിയിട്ട് പോയതാണ്. ഓട്ടോക്കാരന്റെ സഹായത്തോടു കൂടി രമേശ് വീണയെ പോയി കൈയോടെ പൊക്കിയതോടുകൂടി അശോകിന്റെ കയ്യിൽ നിന്നും അവൾ വാങ്ങിയ ക്യാഷും തിരിച്ചു കിട്ടി. മണിയും രമേശും ചേർന്നിട്ട് അത് അശോകിനെ ഏൽപ്പിക്കുന്നു. എന്നാൽ ഈ ക്യാഷ് നിങ്ങൾ തന്നെ എടുത്തു എന്ന് അശോക് പറയുന്നുണ്ട്. എന്റെ കുട്ടിയെ രക്ഷിച്ചത് നിങ്ങളല്ലേ, പക്ഷെ അങ്ങനെ ഒരു കാശ് ഞങ്ങൾക്ക് വേണ്ടാന്നും ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റില്ല എന്നും മണിയും രമേശും പറയുന്നു. അവരവിടെ നിന്നും പോകാൻ നേരം അനു ഓടി വന്ന് അവരെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അനു അവരുമായിട്ട് നല്ല കൂട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങോട് കൂടിയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.